ചരിത്രത്തിൽ എക്കാലത്തും വാഴ്ത്തപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത് വ്യക്തിത്വം. സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ സത്യസന്ദേശം ജീവിതം കൊണ്ട് തെളിയിച്ചു കാട്ടിയ മാതൃകാ പുരുഷൻ, ഏവരാലും ആദരിക്കപ്പെടുന്ന ദൈവദൂതൻ, മനുഷ്യ സമൂഹത്തിന് മാർഗദർശനമേകാൻ പ്രപഞ്ചനാഥനാൽ നിയുക്തനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിൽ വരെ 50-ലധികം വചനത്തിൽ പ്രവാചകനെ പിന്തുടരാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ കടന്നുവരുന്ന അദ്നാനികളിലാണ് നബി തങ്ങളുടെ വംശവലി വന്നു ചേരുന്നത്. അദ്നാൻ മുതൽ നബി തങ്ങൾ വരെ 21 തലമുറകളുണ്ട്. സ്വഹീഹ് മുസ്ലിമിലും സുനനു തുർമിദിയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് കാണാം. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ നിന്നും അള്ളാഹു കിനാനയെ തിരഞ്ഞെടുത്തു. പിന്നീട് കിനാന ഗോത്രത്തിൽ നിന്നും ഖുറൈശികളെ തിരഞ്ഞെടുത്തു. ശേഷം ഖുറൈശികളിൽ നിന്നും ഹാഷിം കുടുംബത്തെ തിരഞ്ഞെടുത്തു. പിന്നീട് ഹാഷിം സന്തതികളിൽ നിന്നും അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തു. നബി തങ്ങൾ ജനിക്കുന്നത് ബനു ഹാഷിം കുടുംബത്തിലുള്ള ഖുറൈശി ഗോത്രത്തിലാണ്. യഥാർത്ഥത്തിൽ മക്കയുടെ അധികാരികൾ ഹുസാഹ ഗോത്രക്കാരായിരുന്നു. അവർ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ വന്ന ജുർഹും ഗോത്രക്കാരെ തുരത്തി ഓടിച്ചുകൊണ്ട് മക്കയുടെ അധികാരം കൈയടക്കി. പിന്നീട് കാലങ്ങളോളം അവർ മക്ക ഭരിച്ചു. ഇസ്മായിൽ നബിയുടെ കാലശേഷം പിന്നീട് മക്ക ഭരിച്ചിരുന്നത് ജുർഹും ഗോത്രക്കാരായിരുന്നു. അവർ മക്കയിൽ വന്നു താമസമാക്കിയതാണ്. ഇസ്മായിൽ നബി വിവാഹം ചെയ്തത് ജുർഹും ഗോത്രത്തിൽ നിന്നുമാണ്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോയതോടെ ജുർഹും ഗോത്രക്കാരുടെ തെറ്റായിട്ടുള്ള നടപടികൾ കാരണം മക്കയിലുള്ള മറ്റു ഗോത്രക്കാർ പുറത്തു നിന്നുമുള്ള ബനു ഹുസാഹ ഗോത്രക്കാരുടെ സഹായത്തോടെ അവരെ മക്കയിൽ നിന്നും ഓടിച്ചു. അവരെ ഓടിച്ച സമയം അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും മറ്റുമെല്ലാം സംസം കിണറിൽ ഇട്ട് സംസം കിണർ അവർ മൂടി. അതിനുശേഷമാണ് അവർ അവിടെ നിന്നും കടന്നു കളഞ്ഞത്. അതിനുശേഷം മക്കയുടെ അധികാരം പിന്നീട് ഹുസാഹ ഗോത്രക്കാർക്കായി. പിന്നീട് കാലങ്ങളോളം അവർക്കായിരുന്നു മക്കയുടെ ആധിപത്യം. പിന്നീട് മക്കയ്ക്ക് പുറത്തുള്ള ഖുറൈശി ഗോത്രക്കാരെയെല്ലാം ഒരുമിപ്പിച്ചു കൂട്ടി അവരിലേക്ക് മക്കയുടെ ഭരണം തിരിച്ചേൽപ്പിച്ചത് ഖുസൈ ആണ്. അദ്ദേഹം നബി തങ്ങളുടെ 5-ാമത്തെ പിതാമഹനാണ്. അദ്ദേഹം ഹുസാഹ ഗോത്രത്തെ നേരിട്ടുകൊണ്ട് ആ ഭരണം ഖുറൈശികളെ ഏൽപ്പിച്ചു. ഖുസൈന്റെ കാലശേഷം അബ്ദുമനാഫാണ് ഭരണത്തിൽ വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം വളരെ സത്യസന്ധതയോടെ ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഭരണത്തിൽ വന്നത് മകനായ ഹാഷിം ആയിരുന്നു. ഒരിക്കൽ കച്ചവടത്തിനു വേണ്ടി യാത്ര ചെയ്യുന്ന സമയം അദ്ദേഹം മദീനയിൽ എത്തിയ സമയം സുന്ദരിയായ ഒരു യുവതിയെ കണ്ടു. ബനു നജ്മാർ ഗോത്രക്കാരിയായ സൽമയെ അദ്ദേഹം കാണുകയുണ്ടായി. ഉടനെ തന്നെ അവരെ വിവാഹം അന്വേഷിക്കുകയും അവിടെ വെച്ചുകൊണ്ട് വിവാഹം ചെയ്യുകയും ചെയ്തു. മദീനയിൽ വെച്ചുകൊണ്ട് ഹാഷിം സൽമയെ വിവാഹം ചെയ്തു. കാലങ്ങൾ കടന്നുപോയി. സൽമ ഗർഭിണി ആയിരിക്കുന്ന സമയം ഹാഷിം കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് ഒരു യാത്ര പോയി. യാത്ര മധ്യേ ഫലസ്തീനിലുള്ള ഗസയിലെത്തിയപ്പോൾ രോഗബാധിതർ ആയിക്കൊണ്ട് ഹാഷിം മരണപ്പെട്ടു. മക്കയിലുള്ള സൽമ ഹാഷിമിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ താൻ ഗർഭിണിയാണെന്ന വിവരം മറച്ചു വെച്ചുകൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്രയായി. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിതാവിൻ്റെ ഗോത്രക്കാർക്കാണ് അവകാശമുണ്ടാവുക. പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ മാതാവിന് തിരിച്ചു കൊടുക്കുക തന്നെയില്ല. അതേ രീതിയിലുള്ള ഒരു സംസ്കാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മരണശേഷം തനിക്ക് ആകെയുള്ള മകനെ കൂടി നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് സൽമ മദീനയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് മദീനയിൽ നിന്നും സൽമ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞാണ് അബ്ദുൽ മുത്തലിബ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ബ എന്നാണ്. ഷെയ്ബ എന്നാൽ വൃദ്ധൻ എന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ആ കുട്ടി ജനിച്ച സമയം ആ കുട്ടിക്ക് തലയിൽ വെള്ള മുടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. ഹാഷിമിന് ഇങ്ങനെ ഒരു പുത്രൻ മദീനയിൽ വളരുന്ന കാര്യം
മക്കയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരാൾക്കും അറിയില്ലായിരുന്നു. ഹാഷിമിൻ്റെ 3 സഹോദരങ്ങളായിരുന്നു. ഒന്ന് അബ്ദുഷംസ്, ഒന്ന് മുത്തലിബ്, മറ്റൊരാൾ നൗഫൽ. ഇവർ 3 പേരുമാണ് ഹാഷിമിൻ്റെ സഹോദരന്മാർ. ഇതിൽ മുത്തലിബ് എന്ന സഹോദരൻ ഒരിക്കൽ എന്തോ ആവശ്യത്തിനു വേണ്ടി മദീനയിലേക്ക് പോയി. ആ സമയം അദ്ദേഹം സഹോദരൻ്റെ ഭാര്യയായ സൽമയുടെ വീട് അദ്ദേഹം സന്ദർശിച്ചു. വീട്ടിലെത്തിയ സമയം അദ്ദേഹം ഷെയ്ബ എന്നറിയപ്പെടുന്ന തൻ്റെ സഹോദരപുത്രനെ അവിടെ വെച്ചു കണ്ടു. കണ്ട ഉടനെ തന്നെ ആ കുട്ടിയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സമയം കരഞ്ഞു. അവസാനം സൽമയോട് പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ ഉടൻ തന്നെ മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കേട്ട സൽമ അതിന് വിസമ്മതിച്ചു. ഒരുപാട് നേരത്തെ നിർബന്ധത്തിന് വഴങ്ങി അവർ തൻ്റെ മകനെ അവർക്കൊപ്പം പറഞ്ഞയക്കാൻ സമ്മതിച്ചു. അങ്ങനെ സഹോദരനായ ഹാഷിമിൻ്റെ മകനുമായി മുത്തലിബ് ഒരു ഒട്ടകപ്പുറത്ത് കയറി മക്കയിലേക്ക് പോവുകയാണ്. അദ്ദേഹം മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ കരുതിയത് മുത്തലിബിൻ്റെ കൂടെയുള്ള ആ കൗമാരക്കാരൻ മുത്തലിബ് മദീനയിൽ നിന്നും വാങ്ങിയ അടിമയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അവർ മുത്തലിബിൻ്റെ അടിമ, അതായത് അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഷെയ്ബ എന്ന കുട്ടി അബ്ദുൽ മുത്തലിബ് ആയി മാറിയത്. മുത്തലിബ് ആ പേര് തിരുത്തിയെങ്കിലും അവർ ആദ്യം വിളിച്ച ആ പേര് തന്നെ നിലനിന്നു. പിന്നീട് ഹാഷിമിൻ്റെ സഹോദരൻ മുത്തലിബ് ആണ് അബ്ദുൽ മുത്തലിബിനെ വളർത്തിയത്. അവസാനം ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ മുത്തലിബ് മരണപ്പെട്ടു. ശേഷം എല്ലാ ചുമതലകളും അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. അങ്ങനെ യുവാവായിരിക്കുന്ന സമയം അദ്ദേഹം ബനു സഹ്റ ഗോത്രത്തിൽ നിന്നും ഹാല എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അവരിൽ 10ഓളം സന്താനങ്ങൾ പിന്നീട് ഉണ്ടാകുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ഖുറൈശികളുടെ നേതാവായിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മക്കയിൽ അരങ്ങേറുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് തൊട്ട് മുൻപായിട്ട് അരങ്ങേറുന്ന സംഭവങ്ങൾ. അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്ത് മക്കയിലേക്ക് വരുന്ന ഹാജിമാർക്കെല്ലാം വെള്ളം നൽകിക്കൊണ്ട് അവരെ സഹായിക്കാനുള്ള ചുമതല ബനു ഹാഷിം ഗോത്രങ്ങൾക്കാണ്. അവർ ദൂരദേശങ്ങളിൽ നിന്നും വെള്ളം സംഭരിച്ചു കൊണ്ടുവന്നു ഹാജിമാർക്ക് സൗജന്യമായി വിതരണം ചെയ്യും. കാലങ്ങളായിട്ട് അവർ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിൽ നിന്ന് ഉറങ്ങുന്ന സമയം അദ്ദേഹം വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നീ ത്വയ്ബ കുഴിക്കുക. സ്വപ്നത്തിൽ അദ്ദേഹം അയാളോട് ചോദിച്ചു, എന്താണ് ത്വയ്ബ? ആ ചോദ്യം കേട്ടതും സ്വപ്നത്തിൽ നിന്നും അയാൾ അപ്രത്യക്ഷമായി. അബ്ദുൽ മുത്തലിബിന് ആ സ്വപ്നം എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. അദ്ദേഹം അത് അവഗണിച്ചു. 2ാമത്തെ ദിവസവും അദ്ദേഹം ഉറങ്ങുന്ന സമയം വീണ്ടും അതുപോലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നീ ബർറ കുഴിക്കുക. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്താണ് ബർറ? ഉടനെ സ്വപ്നത്തിലെ ആ ആൾ അപ്രത്യക്ഷമായി. അന്നും ആ സ്വപ്നം അബ്ദുൽ മുത്തലിബ് അവഗണിച്ചു. 3ാമത്തെ ദിവസവും അദ്ദേഹം സ്വപ്നം കണ്ടു. സ്വപ്നം അന്നും പൂർത്തിയായില്ല. 4ാമത്തെ ദിവസവും അദ്ദേഹം അതേ സ്വപ്നം കണ്ടു. അതിൽ സ്വപ്നത്തിലെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ സംസം കുഴിക്കുക. ഉടനെ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, എന്താണ് സംസം? ഉടനെ സ്വപ്നത്തിൽ വന്ന ആൾ സംസം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. കുഴിക്കേണ്ട സ്ഥലവും സ്വപ്നത്തിലൂടെ അയാൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തുടർച്ചയായിട്ട് ഒരേ സ്വപ്നം 4 ദിവസം കണ്ടതുകൊണ്ട് അദ്ദേഹം അത് കാര്യമായിട്ടെടുത്തു. അദ്ദേഹം ആയുധമെല്ലാം എടുത്തു സ്വപ്നത്തിൽ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ സന്നദ്ധനായി. കൂടെ അദ്ദേഹത്തിൻ്റെ മൂത്ത സന്താനമായിരുന്ന ഹാരിസും ഉണ്ട്. ഈ സംഭവം അരങ്ങേറുന്ന സമയം അദ്ദേഹത്തിന് ഏക മകനായ ഹാരിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം അവിടെ പോയി കുഴിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മറ്റു ഖുറൈശികൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം താഴേക്ക് കുഴിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സ്വർണവും മറ്റുമെല്ലാം ലഭിക്കാൻ തുടങ്ങി. പണ്ട് ജുർഹും ഗോത്രക്കാർ പോകുന്ന സമയത്ത് അവരുടെ സ്വർണവും വെള്ളിയുമെല്ലാം സംസം കിണറിൽ ഇട്ട് മൂടിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞല്ലോ. അതെല്ലാം പിന്നീട് അബ്ദുൽ മുത്തലിബ് കുഴിക്കുന്ന സമയം
അദ്ദേഹത്തിന് ലഭിക്കാൻ തുടങ്ങി. ഒരൽപ്പം കൂടെ അദ്ദേഹം കുഴിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ശക്തമായിട്ടുള്ള ഉറവ അദ്ദേഹം കണ്ടു. കണ്ട ഉടനെ അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ തക്ബീർ വിളിച്ചു. ഇത് കണ്ട മറ്റു ഖുറൈശികൾ അവിടേക്ക് വന്നു. അവർ ആ വെള്ളത്തിൻ്റെ അവകാശം ഉന്നയിക്കാൻ തുടങ്ങി. അബ്ദുൽ മുത്തലിബ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ഒരു അവകാശവുമില്ല. കാരണം എനിക്ക് മാത്രമായിട്ട് സ്വപ്നത്തിലൂടെ നൽകപ്പെട്ട അറിവാണിത്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം എടുക്കുന്നെങ്കിൽ എടുത്തോളൂ. പക്ഷേ ഇതിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും എനിക്ക് മാത്രമുള്ളതാണ്. പക്ഷേ അവർ വിട്ടുകൊടുത്തില്ല. അവർക്കിടയിൽ തർക്കം മൂർച്ഛിച്ചു. ദേഷ്യം പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ചുകൊണ്ട് ഒരു ശപഥം ചെയ്തു. എനിക്ക് അല്ലാഹു 10 ആൺമക്കളെ നൽകിയാൽ അതിൽ ഒരാളെ ഞാൻ അല്ലാഹുവിനു വേണ്ടി ബലി നൽകും. അവസാനം ആ തർക്കത്തിന് ഒരു എത്തുതീർപ്പിൽ എത്തി. എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ദൂരെ സഹദ് ഗോത്രത്തിൽ ഒരു ജ്യോത്സ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ചോദിക്കാം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ 20 പ്രമുഖ ഖുറൈശികൾ ഒരുപാട് ദൂരത്തുള്ള ആ ജ്യോത്സ്യനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. ഒരുപാട് ദൂരം താണ്ടിയ അവർക്ക് പിന്നീട് വഴിതെറ്റി. ദിവസങ്ങളോളം അവർ മരുഭൂമിയിൽ അകപ്പെടുകയാണ്. യാത്രക്ക് മാത്രമായി കരുതിയ ഭക്ഷണം മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ പിന്നിട്ടു. അവരുടെ കയ്യിലുള്ള ഭക്ഷണമെല്ലാം തീർന്നു. ഏകദേശം മരിക്കും എന്നായ സന്ദർഭത്തിൽ ഓരോ ആളുകളും സ്വയം ഖബർ കുഴിക്കാൻ വരെ തുടങ്ങി. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിക്കുന്ന സമയം അദ്ദേഹം അവിടെ വെള്ളത്തിൻ്റെ ഉറവ കാണുകയാണ്. അദ്ദേഹം ഉറക്കെ തക്ബീർ വിളിച്ചു. എല്ലാ ആളുകളും അവർക്ക് വേണ്ട വെള്ളം ശേഖരിച്ചു. ശേഷം അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഇവിടെ താങ്കൾക്ക് വെള്ളത്തിൻ്റെ ഉറവ കാണിച്ചു തന്ന അതേ നാഥനാണ് നേരത്തെ താങ്കൾക്ക് സംസം കാണിച്ചു തന്നത്. നമുക്കിനി എവിടേക്കും പോവണ്ട. നിങ്ങൾ തന്നെ അതിൻ്റെ അവകാശം എടുത്തുകൊള്ളൂ. പിന്നീട് അവർ വഴിയെല്ലാം കണ്ടുപിടിച്ച് തിരിച്ച് മക്കയിലേക്കെത്തി. മക്കയിലെത്തിയ അബ്ദുൽ മുത്തലിബ് ആ സംസം കിണർ വൃത്തിയാക്കി അതിനു ചുറ്റും മതിലൊക്കെ കെട്ടി. സംസം കുഴിച്ചപ്പോൾ കിട്ടിയ സ്വർണം എല്ലാം അദ്ദേഹം ഉരുക്കി അതുകൊണ്ട് മനോഹരമായ ഒരു വാതിലുണ്ടാക്കി. ശേഷം ആ വാതിൽ കഅബാലയത്തിൽ സ്ഥാപിച്ചു. ശേഷം സംസം എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. അബ്ദുൽ മുത്തലിബ് അവിടെ നിന്നു പറഞ്ഞു, ഈ സംസാൻ കുടിക്കാൻ വേണ്ടി മാത്രമുള്ളതാകുന്നു. അത് കുളിക്കാനോ ഒട്ടകങ്ങളെ കഴുകാനോ എടുക്കാൻ പാടുള്ളതല്ല. അതിൻ്റെ പവിത്രത അവർ നബി തങ്ങൾ ജനിക്കുന്നതിന് മുൻപേ സംസമിന് നൽകിയിരുന്നു. പണ്ട് അബ്ദുൽ മുത്തലിബ് ഒരു ശപഥം ചെയ്തിരുന്നല്ലോ. അതിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് 10-ലധികം സന്താനങ്ങൾ ഉണ്ടായി. അതിൽ നിന്നും ഒരു കുട്ടിയെ ബലി നൽകേണ്ടതായിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് അവർ വില കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ മക്കളുടെ പേരെഴുതി നറുക്കിടുകയാണ്. ആ നറുക്ക് വീണത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായിരുന്ന അബ്ദുള്ളക്കാണ്. അങ്ങനെ അദ്ദേഹം അബ്ദുള്ളയുമായിട്ട് കഅബാലയത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയ സമയം ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു. അവർ അദ്ദേഹത്തോട് കോപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ശപഥം ചെയ്തതാണ്. അതെനിക്ക് പാലിച്ചേ പറ്റൂ. അവസാനം ഖുറൈശികൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു അവിവേകം ചെയ്യുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ പോയി കണ്ടിട്ട് അഭിപ്രായം ചോദിച്ചു നോക്കൂ. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവാതിരിക്കില്ല. അങ്ങനെ അവരുടെ ഉപദേശം കേട്ട് അദ്ദേഹം ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി. ജ്യോത്സ്യൻ അദ്ദേഹത്തോട് പരിഹാരമായിട്ട് പറഞ്ഞത്, നിങ്ങൾ ആ നറുക്ക് വീണ അബ്ദുള്ളയുടെ 10 ഒട്ടകങ്ങളുടെയും പേരിൽ നറുക്കിടുക. അപ്പോഴും അബ്ദുള്ളയുടെ പേര് തന്നെയാണ് വീഴുന്നതെങ്കിൽ താങ്കൾ വീണ്ടും 10 ഒട്ടകങ്ങളെ അധികരിപ്പിക്കുക. എന്നിട്ട് വീണ്ടും നറുക്കിടുക. വീണ്ടും അബ്ദുള്ളയ്ക്കാണ് നറുക്ക് വീഴുന്നതെങ്കിൽ വീണ്ടും 10 ഒട്ടകങ്ങളെ താങ്കൾ അധികരിപ്പിക്കുക. അബ്ദുൽ മുത്തലിബ് ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ നറുക്കിട്ടു. ആദ്യം നറുക്ക് വീണത് അബ്ദുള്ളക്കാണ്. രണ്ടാമതും മൂന്നാമതും അബ്ദുള്ളക്ക് തന്നെ. ഇങ്ങനെ 10 വട്ടം നറുക്കിട്ടപ്പോഴും അബ്ദുള്ളക്ക് തന്നെയാണ് നറുക്ക് വീണത്. 11ാമത്തെ നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് ഒട്ടകത്തിനാണ്. അതോടെ ആ ശപഥത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. അബ്ദുള്ളക്ക് പകരം 100 ഒട്ടകങ്ങളെ അറുത്ത് അവിടെ വിതരണം ചെയ്തു. നബി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, ഞാൻ ഇരട്ട ബലിയുടെ പുത്രനാണ്. അങ്ങനെ അബ്ദുള്ള ബലിയിൽ നിന്നും രക്ഷപ്പെട്ടു അവിടെ വളരുകയാണ്. അദ്ദേഹം യുവാവായി. വളരെയധികം സുന്ദരനായിരുന്നു അബ്ദുള്ള.
ഏതൊരു സ്ത്രീയും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത്രയേറെ സൗന്ദര്യത്തിനുടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനു വേണ്ടി പിതാവ് വിവാഹം അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം തൻ്റെ മകന് ഒത്ത ഒരു വധുവിനെ അബ്ദുൽ മുത്തലിബ് കണ്ടെത്തുകയാണ്. ആമിന ബിൻത് വഹബ്. അവിടെയുള്ള ബനൂ സഹറ ഗോത്ര തലവനായിരുന്ന വഹബിന്റെ മകൾ ആമിന ഭയങ്കര സുന്ദരിയായിരുന്നു. എല്ലാം കൊണ്ടും ഒത്തിണങ്ങുന്ന ആ യുവാക്കൾ അവിടെ വെച്ചുകൊണ്ട് വിവാഹിതരായി. നടന്നു. വിവാഹം കഴിഞ്ഞ് മധുവിധു എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അബ്ദുള്ള ഒരു കച്ചവട യാത്രയ്ക്ക് വേണ്ടി സിറിയയിലേക്ക് പോവുകയാണ്. മനസ്സില്ലാ മനസ്സോട് പ്രിയതമയോട് യാത്ര പറഞ്ഞുകൊണ്ട് അബ്ദുള്ള കച്ചവടത്തിന് വേണ്ടി യാത്രയായി. കച്ചവടമെല്ലാം കഴിഞ്ഞ് സിറിയയിൽ നിന്നും തിരിച്ചു വന്ന വഴിയിൽ അബ്ദുള്ള രോഗബാധിതനാവുകയാണ്. ചെറിയ രോഗമായിരുന്നു, പിന്നീട് അത് മൂർച്ഛിച്ചു വലിയ രോഗമായി. അവർ ചികിത്സിച്ചെങ്കിലും രോഗം കൂടുകയായിരുന്നു. അവസാനം ആ യാത്രാ സംഘം യസ്രിബിലെത്തിയപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ഇനി എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, നിങ്ങൾ മക്കയിലേക്ക് മടങ്ങിക്കോളൂ, ഞാൻ ഇവിടെ തങ്ങിക്കോളാം. അങ്ങനെ അദ്ദേഹം തൻ്റെ യസ്രിബിലെ ബന്ധുക്കളോടൊപ്പം അവിടെ കഴിയുകയാണ്. അങ്ങനെ യാത്രാസംഘം തിരിച്ചു മക്കയിലെത്തിയ സമയം ആമിന പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. യാത്രാസംഘത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയ സമയത്ത് അവർ തൻ്റെ ഭർത്താവിനെ അവർക്കൊപ്പം കണ്ടില്ല. അവർ യാത്രാസംഘത്തോട് കാര്യം അന്വേഷിച്ചു. അവർ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. വിവരമറിഞ്ഞ അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ തൻ്റെ മൂത്ത മകനായിരുന്ന ഹാരിസയെ യസ്രിബിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം മദീനയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത് അബ്ദുള്ളയുടെ മരണവാർത്തയാണ്. നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടിരിക്കുന്നു. അത്യധികം ദുഃഖത്തോടെ ഹാരിസ് മദീനയിൽ നിന്നും മക്കയിലേക്ക് മടങ്ങി. എങ്ങനെ അബ്ദുള്ളയുടെ മരണവാർത്ത ആമിനയോട് പറയും എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മരണവാർത്ത അറിഞ്ഞ് നാട് മുഴുവൻ തേങ്ങി. സുന്ദരന്മാരായ ആ യുവാക്കൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ടേയുള്ളൂ. കേവലം ഒരാഴ്ച മാത്രമാണ് അവർ ഒരുമിച്ച് ജീവിച്ചത്. അബ്ദുള്ള മരണപ്പെടുന്ന സമയം അദ്ദേഹത്തിന് വെറും 25 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ദുഃഖം താങ്ങാൻ കഴിയാത്ത ആമിനയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ അബ്ദുൽ മുത്തലിബ് ഏറെ പ്രയാസപ്പെട്ടു. പിന്നീട് തൻ്റെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ആമിന രചിക്കുന്ന അനുശോചന കാവ്യങ്ങളെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള വേർപാട് അവർക്കൊരിക്കലും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന ഏക സമാധാനം അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞായിരുന്നു. ആ സമയം അവരുടെ വയറ്റിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. അതിലൂടെ അവർ ഒരൽപ്പം സമാധാനം കണ്ടെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിനു മുൻപ് മക്കയിൽ അരങ്ങേറിയ ഒരു മഹാസംഭവമാണ് ആനക്കലഹം. അക്കാലത്ത് എത്യോപ്യ ഭരിച്ചിരുന്ന നജ്ജാശികൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എത്യോപ്യ എന്ന ക്രൈസ്തവ പ്രദേശമായിരുന്നു. നബി തങ്ങളുടെ ജനനത്തിനു മുൻപ് ആ കാലഘട്ടത്തിൽ എത്യോപ്യ ഭരിച്ചിരുന്നത് നജ്ജാഷിയുടെ പിതാവായിരുന്നു. സമീപ പ്രദേശമായ യമനിലെ ഭരണാധികാരി എത്യോപ്യയിലെ ക്രൈസ്തവരെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. അങ്ങനെ എത്യോപ്യയിലെ നജ്ജാഷിയുടെ കീഴിലുള്ള ഒരു ഭരണാധികാരി ഒരു സംഘവുമായി യമനിൽ എത്തുകയും യുദ്ധം ചെയ്ത് വിജയിക്കുകയും ചെയ്തു. ആ ഭരണാധികാരിയുടെ പേര് അബ്രഹ ബിൻ അസ്വബ എന്നാണ്. അബ്രഹത്ത് എന്ന് വിളിക്കും. അബ്രഹത്ത് യമനിലെ ഭരണാധികാരിയെ തോൽപ്പിച്ചതിന് ശേഷം അവിടെ ഒരു ക്രൈസ്തവ പ്രദേശമാക്കി മാറ്റി. അവിടെയുള്ള ജൂതന്മാർക്ക് എതിരെ പീഡനങ്ങൾ അയച്ചുവിടാനും തുടങ്ങി. ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം മക്കയായിരുന്നു. ആളുകളെല്ലാം മക്കയിലേക്കാണ് വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നത്. അതുപോലെ എല്ലാവരും യമനിലേക്കും വരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടി അയാൾ അവിടെ ഒരു ഭീമാകാരമായ ദേവാലയം പണിയുകയും ചെയ്തു. കഅബയെ പോലെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി തൻ്റെ ദേവാലയത്തെയും മാറ്റണം എന്ന് അബ്രഹത്തെ ആഗ്രഹിച്ചു. കഅബയെ പരാജയപ്പെടുത്തുക.
മക്കയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ഇതറിഞ്ഞ അവിടെ ഉണ്ടായിരുന്ന അറബികൾക്ക് അത് പിടിച്ചില്ല. അബ്രഹത്തിനോടുള്ള പ്രതിഷേധമെന്ന നിലക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു അറബി ഒരു ദിവസം രാത്രി ആ ദേവാലയത്തിനകത്തു കയറി അവിടെ മലമൂത്ര വിസർജനം നടത്തി. ഇതറിഞ്ഞ അബ്രഹത്ത് കോപിച്ചു. കോപം കാരണം അയാൾ അവിടെ വെച്ച് ഒരു ശപഥം ചെയ്തു. ഇതിന് പകരമായിട്ട് മക്കയിലുള്ള കഅബ ഞാൻ പൊളിച്ചിരിക്കും. അതിനുവേണ്ടി 60,000-ഓളം വരുന്ന ഒരു വലിയ സൈന്യവുമായി അയാൾ മക്കയിലേക്ക് പുറപ്പെട്ടു. ആ സൈന്യത്തിൽ നിരവധി ആനകളും ഉണ്ടായിരുന്നു. അവരെ പ്രത്യേകമായ പരിശീലനം നൽകിക്കൊണ്ടാണ് അബിസീനിയയിൽ നിന്നും വരുത്തിച്ചത്. ആനകളുടെ നേതാവായ ആനയുടെ പേര് മഹ്മൂദ് എന്നായിരുന്നു. ആനയുടെ പാപ്പന്റെ പേര് ഉനൈസ് എന്നായിരുന്നു. അങ്ങനെ ഈ സംഘവുമായിട്ട് അബ്രഹത്ത് മക്കക്ക് നേരെ യാത്രയായി. പോകുന്ന വഴികളിലെല്ലാം വിവിധ ഗോത്രക്കാർ അവരെ തടയാൻ നോക്കി. പക്ഷേ അവരെയെല്ലാം കൊന്നൊടുക്കി അവർ ത്വഈഫിലെത്തി. അവിടുത്തെ പ്രധാന ഗോത്രമായ സക്കീഫ് ഗോത്രത്തലവൻ അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. കാരണം മക്കയുമായിട്ട് കടപിടിക്കുന്ന മറ്റൊരു ഗോത്രമായിരുന്നു സക്കീഫ്. അതുകൊണ്ട് തന്നെ ആ ഗോത്രത്തലവൻ അബ്രഹത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു. മക്കയിലേക്കുള്ള ഒരു വഴികാട്ടിയെത്തിയ അബ്രഹത്തും കൂട്ടരും ഖുറൈശി നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു ദൂതനെ അബ്രഹ അവരിലേക്ക് അയച്ചു. അയാൾ അബ്ദുൽ മുത്തലിബിനെ സമീപിച്ചു. കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഉടനെ അബ്ദുൽ മുത്തലിബ് അയാളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ രാജാവിനെ നേരിട്ട് കാണണം. വിവരം ദൂതൻ അബ്രഹയെ അറിയിച്ചു. അദ്ദേഹം അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് പോവുകയാണ്. അബ്ദുൽ മുത്തലിബിനെ കണ്ട അബ്രഹ അമ്പരന്നു. അതിസുന്ദരനായിരുന്നു അബ്ദുൽ മുത്തലിബ്. ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം. ആരും നോക്കിയിരുന്നു പോവും. അബ്രഹത്ത് അമ്പരപ്പോടെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് പോയിരുന്നു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഉടനെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങൾ വരുന്ന വഴിക്ക് എൻ്റെ 200 ഒട്ടകങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ട്. അതെനിക്ക് തിരിച്ചു നൽകണം. അതായിരുന്നു അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത്. അത് കേട്ട അബ്രഹ അമ്പരന്നു. കഅബ പൊളിക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിക്കാതെ വെറും ഒട്ടകത്തെപ്പറ്റി ചോദിച്ചത് കൊണ്ട് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, താങ്കളെ കണ്ട സമയം താങ്കളോട് എനിക്ക് നല്ലൊരു മതിപ്പ് തോന്നിയിരുന്നു. പക്ഷേ താങ്കളോട് സംസാരിച്ചതോടുകൂടി താങ്കളോടുള്ള എല്ലാ മതിപ്പും പോയി. താങ്കളുടെ ആരാധനാലയത്തെക്കുറിച്ചൊന്നും പറയാതെ താങ്കൾ എപ്പോഴും ഒട്ടകങ്ങളെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? വിചിത്രം തന്നെ. അതിനു മറുപടിയായി അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, എൻ്റെ ഒട്ടകങ്ങളുടെ റബ്ബ് ഞാനാണ്. എന്നാൽ കഅബാലയത്തിന് മറ്റൊരു റബ്ബുണ്ട്. ആ ഭവനത്തെ അവൻ്റെ സംരക്ഷിച്ചുകൊള്ളും. അബ്ദുൽ മുത്തലിബിന്റെ മറുപടി കേട്ട അബ്രഹ ആ 200 ഒട്ടകങ്ങളെ അദ്ദേഹത്തിന് തിരിച്ചു നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മക്കയിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുക. ഞങ്ങൾ ഇവിടെ തകർക്കാൻ പോവുകയാണ്. അബ്ദുൽ മുത്തലിബ് അതിന് അനുമതി നൽകി. കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയും വലിയ സൈന്യമായിരുന്നു അബ്രഹത്തിൻ്റേത്. അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ മക്കയിലുള്ള ആളുകളോട് അവിടെ നിന്നും മാറാൻ കൽപ്പന കൊടുത്തു. മക്കയിലെ ആളുകൾ എല്ലാവരും ഹിറാ കുന്നിൻ്റെ മുകളിലേക്ക് അഭയം തേടി. മക്ക മുഴുവൻ കാലിയായി. ഹിറാ കുന്നിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തി. യാ അല്ലാ, നീ ഈ ഭവനത്തെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവരുടെ കുരിശുകൾ സ്ഥാപിക്കുന്ന കേന്ദ്രമാക്കി നീ അതിനെ മാറ്റല്ലേ എന്നെല്ലാം അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ അബ്രഹത്ത് സൈന്യവുമായി ഹറമിൽ പ്രവേശിച്ചു. അദ്ദേഹം ആ കഅബയുടെ സമീപം എത്തിയപ്പോൾ മഹ്മൂദ് എന്ന പേരുള്ള ആന മുന്നോട്ട് നീങ്ങുന്നില്ല. പെട്ടെന്ന് ആ ആന അവിടെയിരുന്നു. ഉടനെ തന്നെ അബ്രഹത്ത് പാപ്പനെ വിളിക്കുകയും പഠിച്ച പണി 18 എടുത്തു നോക്കിയിട്ടും ആന അനങ്ങുന്നില്ല. കഅബയുടെ നേരെ അല്ലാതെ മറ്റുള്ള ദിശയിലേക്കെല്ലാം ആന നടക്കുന്നുണ്ട്. എന്നാൽ കഅബക്ക് നേരെ നീങ്ങുന്നില്ല. ആനയെ ഉപദ്രവിച്ചു നോക്കി, മുറിവേൽപ്പിച്ചു നോക്കി. മുന്നോട്ട് പോവാൻ ആന സന്നദ്ധനാവുന്നില്ല. ആനകൾ നീങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ അബ്രഹ സൈന്യത്തിനോട് നേരിട്ടു തന്നെ കഅബ പൊളിക്കാൻ വേണ്ടി കൽപ്പന കൊടുത്തു. സൈന്യം കഅബ പൊളിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന സമയം പിന്നീട് സംഭവിച്ചത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫീലിൽ അള്ളാഹു പറയുന്നുണ്ട്. ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ? ചുട്ട് പഴിപ്പിച്ച കളിമൺ കല്ലുകൊണ്ട് അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു.
അങ്ങനെ അവൻ അവരെ തിന്നെടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. പെട്ടെന്ന് ആകാശത്ത് പക്ഷികൾ വന്നു. ഓരോ പക്ഷിയുടെയും കയ്യിൽ 3 കല്ലുകൾ ഉണ്ടായിരുന്നു. 2 കല്ലുകൾ അവരുടെ കാലിലും 1 കല്ല് അവരുടെ ചുണ്ടിലും. പിന്നീട് ആ കല്ലുകളെല്ലാം അവർ താഴേക്കിടുകയാണ്. കല്ലുകൾ സൈന്യത്തിൻ്റെ മേലിൽ വീഴാൻ തുടങ്ങിയതും അവരുടെ അവയവങ്ങളെല്ലാം ഉരുകി മുറിഞ്ഞു വീഴാൻ തുടങ്ങി. 1 കല്ല് അബ്രഹയുടെ മേലും വന്നു വീണു. അയാളെ ഉടനെ തന്നെ സൈന്യം എടുത്തുകൊണ്ടുപോയി വേണ്ട ശുശ്രൂഷ നൽകി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾക്കെല്ലാം അത് ബാധിക്കാൻ തുടങ്ങിയിരുന്നു. ഉടനെ തന്നെ ചിലർ അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചു. പക്ഷേ വഴിമധ്യേ ദാരുണമായിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രം അവിടെ വന്ന സൈന്യത്തെ അള്ളാഹു തുടച്ചു നീക്കി. പിന്നീട് ഖുറൈശികൾ ആ മലമുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് ഹദീസിൽ കാണാം, ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം ആനക്കലഹത്തിന് വേണ്ടി വന്ന ആ പാപ്പനെയും അദ്ദേഹത്തിൻ്റെ സഹായിയെയും പിൽക്കാലത്ത് മക്കയിൽ വെച്ച് കണ്ടിരുന്നു. അവർ 2 പേരും അന്ധന്മാർ ആയിരുന്നു. അവർ ഭക്ഷണത്തിനു വേണ്ടി ആളുകളോടെല്ലാം യാചിച്ചു കൊണ്ട് മക്കയിൽ ഒരുപാട് കാലം ജീവിച്ചിരുന്നു. ആനക്കലഹം കഴിഞ്ഞ് 40 വർഷത്തിന് ശേഷമാണ് ആയിഷ ബീവി ജനിക്കുന്നത്. അപ്പോഴും ആ പാപ്പൻ അവിടെ നരകിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി അള്ളാഹു അവരെ അവശേഷിപ്പിച്ചു. ആനക്കലഹം എന്ന സംഭവം അറേബ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചരിത്രമാണ്. അതിനെ ആശ്രയിച്ചാണ് പിന്നീട് അവരുടെ കലണ്ടർ പോലും. ആനക്കലഹം കഴിഞ്ഞ് 50-55 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജനിച്ചു വീഴുന്നത്. ഇബ്രാഹിം നബിയുടെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചില പ്രാർത്ഥനകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 129-ാം വചനത്തിൽ കാണാം, ഓ അല്ലാ, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്നു തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണം കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജാഹിലിയ കാലത്തിൻ്റെ അന്ധകാരത്തെ തുടച്ചു നീക്കിക്കൊണ്ട്, ലോകത്തുള്ള സർവ്വ അന്ധകാരത്തെയും തുടച്ചു നീക്കിക്കൊണ്ട് ലോകത്തിന് വെളിച്ചമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പിറന്നു വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭസ്ഥ ശിശുവായിരുന്ന ആ 10 മാസക്കാലം മാതാവ് ആമിന ബീവിക്ക് സമാനതകളില്ലാത്ത അനുഭവങ്ങളാണ് ഉണ്ടായതെന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നു. ഗർഭിണിയായ സ്ത്രീകൾ സാധാരണ അനുഭവിക്കാറുള്ള ക്ഷീണമോ ഭാരമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ആമിന ബീവിക്ക് അനുഭവപ്പെട്ടില്ല. പകരം വലിയൊരു ശാന്തിയും ഉന്മേഷവുമാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ആമിന ബീവി ഗർഭിണിയായിരുന്ന സമയത്ത് അദൃശ്യമായ ഒരു ശബ്ദം അവരോട് ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ സമുദായത്തിൻ്റെ നേതാവിനെയാണ് നീ വഹിക്കുന്നത്, അതിനാൽ അവന് മുഹമ്മദ് എന്ന് പേരിടുക. നബി തങ്ങൾ ഗർഭത്തിൽ ഉണ്ടായിരുന്ന വർഷത്തെ ചരിത്രത്തിൽ സനത്തുൽ ഫതഹ്, വിജയത്തിൻ്റെ വർഷം എന്നാണ് വിളിക്കുന്നത്. ആ വർഷം മക്കയിൽ കഠിനമായ വരൾച്ച മാറി സമൃദ്ധമായ മഴ ലഭിക്കുകയും കൃഷികൾ തഴച്ചു വളരുകയും മൃഗങ്ങളിൽ ധാരാളം പാൽ നൽകുകയും ചെയ്തു. ഗർഭകാലത്തെ സ്വപ്നങ്ങളിൽ മുൻകാല പ്രവാചകന്മാരായ ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയവർ ആമിന ബീവിക്ക് ദർശനം നൽകുകയും ലോകത്തിൻ്റെ അനുഗ്രഹമായ പ്രവാചകനാണ് വരാനിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഖുറൈശികളുടെ കാലികളെല്ലാം ആ രാത്രിയിൽ മനുഷ്യഭാഷയിൽ സംസാരിച്ചുവെന്നും ലോകത്തിൻ്റെ നേതാവ് വരാനിരിക്കുന്നു എന്നും അവ പരസ്പരം സന്തോഷം പങ്കുവച്ചു എന്നും ചില ചരിത്ര വിവരണങ്ങളിൽ കാണാം. ഭർത്താവായ അബ്ദുള്ളയുടെ വിയോഗം ഏൽപ്പിച്ച വിഷമത്തിനിടയിലും ഈ അത്ഭുത സംഭവങ്ങളാണ് ആമിന ബീവിക്ക് മാനസികമായ കരുത്ത് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ നിമിഷങ്ങളെ ഇസ്ലാമിക ചരിത്രകാരന്മാർ വളരെ വികാരനിർഭരായും അത്ഭുതകരവുമായാണ് വിവരിച്ചിരിക്കുന്നത്. ആമിന ബീവി തന്നെ പിൽക്കാലത്ത് പങ്കുവച്ച അനുഭവങ്ങളാണ്. പ്രസവ സമയം അടുത്തപ്പോൾ ആമിന ബീവി തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്ത് അതിമനോഹരമായ മുഖങ്ങളുള്ള ചില സ്ത്രീകൾ തന്നെ സഹായിക്കാൻ എത്തിയതായി അവർക്ക് അനുഭവപ്പെട്ടു.
അവർ സ്വർഗത്തിലെ സ്ത്രീകളാണെന്ന് ചരിത്ര വിവരങ്ങളിൽ കാണാം. പ്രസവത്തിനു തൊട്ടു മുൻപ് തനിക്ക് കഠിനമായ ദാഹം അനുഭവപ്പെട്ടുവെന്നും അപ്പോൾ വെളുത്ത നിറത്തിലുള്ള ഒരു പാനീയം തനിക്ക് നൽകപ്പെട്ടുവെന്നും ആമിന ബീവി പറഞ്ഞിട്ടുണ്ട്. അത് കുടിച്ചതോടെ തൻ്റെ ഉള്ളിലെ എല്ലാ പേടിയും മാറി വലിയൊരു ശാന്തി ലഭിച്ചു. ആ വീടിനു മുകളിലായി സ്വർണ്ണ നിറത്തിലുള്ള ചിറകുകളുള്ള പക്ഷികൾ തണലിട്ടതുപോലെ പറന്നു നിന്നിരുന്നു. പ്രസവത്തിനു തൊട്ടു മുൻപ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പ്രകാശം പരക്കുന്നതായി അവർക്ക് ദൃശ്യമായി. ഭൂമിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി ദൂരെയുള്ള സിറിയയിലെ കൊട്ടാരങ്ങൾ വരെ ആ പ്രകാശത്തിൽ വ്യക്തമായി കണ്ടു. ഭൂമിയിൽ 3 കൊടികൾ നാട്ടപ്പെട്ടതായി ആമിന ബീവിക്ക് ദർശനം ലഭിച്ചു. ഒന്ന് കിഴക്കിലും ഒന്ന് പടിഞ്ഞാറിലും മൂന്നാമത്തേത് കഅബയുടെ മുകളിലുമായിരുന്നു. ഇത് ഇസ്ലാമിൻ്റെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കുമെന്നതിൻ്റെ സൂചനയായിരുന്നു. ഈ അത്ഭുതങ്ങൾക്കിടയിലാണ് യാതൊരു പ്രസവവേദനയുമില്ലാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയും സുഗന്ധം വമിക്കുന്ന ശരീരത്തോടെയും ആ പുണ്യപ്രവാചകൻ ഭൂമിയിലേക്ക് വന്നത്. ജനിച്ചയുടനെ നബി തങ്ങളെ താരാട്ട് പാടിയിരുന്നത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് ലോകത്ത് പല അത്ഭുത സംഭവങ്ങളും നടന്നതായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ ജനിച്ച രാത്രിയിൽ മക്കയിലെ കഅബയിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹങ്ങൾ പലതും മുഖം കുത്തി വീണതായി പറയപ്പെടുന്നു. പേർഷ്യയിലെ പ്രശസ്തമായ സാവ എന്ന തടാകം പെട്ടെന്ന് വറ്റിപ്പോയി. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന കിസ്രയുടെ കൊട്ടാരത്തിലെ 14 ഗോപുരങ്ങൾ തകർന്നു വീഴുകയും കൊട്ടാരത്തിൽ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തു. പേർഷ്യക്കാർ ആരാധിച്ചിരുന്നതും 1000 വർഷമായി അണയാതെ സൂക്ഷിച്ചിരുന്നതുമായ അഗ്നികുണ്ഡം നബിയുടെ ജനന സമയത്ത് അണഞ്ഞുപോയി. നക്ഷത്രങ്ങൾ ഭൂമിയോടടുത്തതായും അവ വളരെയധികം തിളങ്ങുന്നതായും അക്കാലത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ലോകത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അക്രമങ്ങളുടെയും അന്ത്യം കുറിക്കാനാണ് നബി വന്നത് എന്നതിൻ്റെ സൂചനയാണ് ഈ സംഭവങ്ങളെല്ലാം ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. സാധാരണ കുട്ടികൾ ജനിക്കുമ്പോൾ ഉണ്ടാകാറുള്ള രക്തമോ മറ്റു അശുദ്ധികളോ ഇല്ലാതെ വളരെ വൃത്തിയായാണ് നബി തങ്ങൾ ജനിച്ചതെന്ന് പറയപ്പെടുന്നു. നബി ജനിക്കുമ്പോൾ തന്നെ സുന്നത്ത് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു എന്നും പൊക്കിൾ കൊടി മുറുക്കപ്പെട്ട നിലയിലായിരുന്നും പല ചരിത്ര വിവരങ്ങളിലും കാണാം. ജനിച്ച സമയത്ത് നബിയുടെ ശരീരത്തിൽ നിന്നും കസ്തൂരിയുടെ സുഗന്ധം വമിച്ചിരുന്നുവെന്ന് ആമിന ബീവി സാക്ഷ്യപ്പെടുത്തിയുകൊണ്ട് ജനിച്ചു വീണ ഉടനെ കൈകൾ നിലത്തൂന്നി ആകാശത്തേക്ക് നോക്കുന്ന രീതിയിലാണ് നബി തങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ചരിത്രകാരനായ ഇബ്നു സഅദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു സ്ത്രീകൾ പ്രസവ സമയത്ത് അനുഭവിക്കാറുള്ള കഠിനമായ വേദനയോ ശാരീരിക ബുദ്ധിമുട്ടുകളോ തനിക്കുണ്ടായിരുന്നില്ലെന്നും വളരെ എളുപ്പത്തിലാണ് പ്രസവം നടന്നതെന്നും ആമിന ബീവി വിവരിച്ചിട്ടുണ്ട്. ഹിജ്റ വർഷത്തിന് 53 വർഷം മുൻപ് റബീഉൽ അവൽ മാസം 12 തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു ആ പുണ്യജനനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഉടനെ അദ്ദേഹത്തെ കൈകളിൽ സ്വീകരിച്ചത് ഷിഫ ബിന്ത് അംർ എന്ന മഹദിയായിരുന്നു. പ്രമുഖ സ്വഹാബിയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയാണവർ. നബി തങ്ങൾ ജനിച്ച സമയത്ത് തൻ്റെ കൈകളിൽ നിന്നും സിറിയയിലെ കൊട്ടാരങ്ങൾ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രകാശം പുറപ്പെട്ടതായി അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞ് അതീവ സുന്ദരനായും ശുദ്ധിയുള്ളവനുമായി കാണപ്പെട്ടത് അവരെ അത്ഭുതപ്പെടുത്തി. കുഞ്ഞ് ജനിച്ചു വീണപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടതായും ചില വിവരണങ്ങളിൽ കാണാം. പ്രസവത്തിന് ശേഷം ആദ്യമായി നബിയെ പരിചരിച്ചത് ഉമ്മയായ ആമിന ബീവി തന്നെയാണ്. നബിയുടെ പിതാവ് അബ്ദുള്ളയുടെ ദാസിയായിരുന്ന ഉമ്മു ഐമനും നബിയെ ശുശ്രൂഷിക്കുന്നതിൽ കൂടെയുണ്ടായിരുന്നു. വിവരം അറിഞ്ഞയുടനെ മുത്തശ്ശൻ അബ്ദുൽ മുത്തലിബ് ഓടിയെത്തുകയും കുഞ്ഞിനെ കഅബയിലേക്ക് കൊണ്ടുപോയി അള്ളാഹുവിന് നന്ദി പറയുകയും മുഹമ്മദ് എന്ന പേരിടുകയും ചെയ്തു. കുഞ്ഞിനെ കൈകളിൽ എടുത്ത ഉടനെ അബ്ദുൽ മുത്തലിബ് നേരെ പോയത് വിശുദ്ധ കഅബയിലേക്കാണ്. തൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയുടെ വിയോഗത്തിന് ശേഷം ലഭിച്ച ഈ പേരക്കുട്ടിയെ അദ്ദേഹം കഅബക്കുള്ളിൽ കൊണ്ടുപോയി. കഅബയിൽ വെച്ച് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ അദ്ദേഹം അവിടെ വെച്ച് നടത്തി. 7-ാം ദിവസം അദ്ദേഹം കുഞ്ഞിനു വേണ്ടിയൊരു വിരുന്നൊരുക്കി. അന്ന് ഖുറൈശികൾ കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ
മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. അക്കാലത്ത് അറബികൾക്കിടയിൽ ഈ പേര് അത്ര പരിചിതമായിരുന്നില്ല. എന്തുകൊണ്ടാണ് കുടുംബത്തിലുള്ള പേരുകൾ ഇടാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഭൂമിയിലുള്ളവരും ആകാശത്തിലുള്ളവരും എൻ്റെ കുട്ടിയെ പുകഴ്ത്താൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ചില ചരിത്ര വിവരണങ്ങൾ പ്രകാരം കുഞ്ഞിൻ്റെ വായിൽ മധുരം പുരട്ടുന്ന ചടങ്ങും അദ്ദേഹം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൻ്റെ 7-ാം ദിവസം മുത്തശ്ശൻ അബ്ദുൽ മുത്തലിബ് നബിക്കു വേണ്ട അക്കീഖ അറുക്കുകയും വലിയൊരു വിരുന്ന് നൽകുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണിത്. അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ആചാരപ്രകാരം കുഞ്ഞ് ജനിച്ചതിൻ്റെ 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് ആടിനെ അറുത്ത് അക്കീഖ കർമ്മം നിർവഹിച്ചു. മുടി കളയുകയും ആ മുടിയുടെ തൂക്കത്തിന് തുല്യമായ വെള്ളി പാവപ്പെട്ടവർക്ക് ദാനമായി നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിന ബീവിക്ക് ശേഷം ആദ്യമായി അവിടുത്തേക്ക് മുലപ്പാൽ നൽകിയത് സുവൈബത്തുൽ അസ്ലമിയ എന്ന മഹദിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ സഹോദരനും ഇസ്ലാമിൻ്റെ വലിയ ശത്രുവുമായിരുന്ന അബൂ ലഹബിൻ്റെ അടിമ സ്ത്രീയായിരുന്നു സുവൈബ. നബി ജനിച്ച ഉടനെ ആ സന്തോഷ വാർത്ത അബൂ ലഹബിനെ അറിയിച്ചത് സുവൈബത്തുൽ അസ്ലമിയ ആയിരുന്നു. തൻ്റെ സഹോദരൻ അബ്ദുള്ളയുടെ വിയോഗത്തിന് ശേഷം ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അബൂ ലഹബ് അതീവ സന്തോഷവാനായി. ഈ വാർത്ത അറിയിച്ച സന്തോഷത്തിൽ അദ്ദേഹം തൻ്റെ അടിമയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയയെ മോചിപ്പിച്ചു. അബൂ ലഹബ് ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നിട്ടും നബി ജനിച്ചതിലുള്ള ഈ സന്തോഷം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ അദ്ദേഹത്തിന് ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന് ചില ചരിത്ര വിവരണങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് ശേഷം ഉമ്മയായ ആമിന ബീവിക്ക് പുറമെ ആദ്യമായി മുലപ്പാൽ നൽകിയത് സുവൈബത്തുൽ അസ്ലമിയയാണ്. ഹലീമ ബീവിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവൈബയുടെ അടുത്താണ് മുല കുടിച്ചത്. സുവൈബയുടെ സ്വന്തം മകനായ മസ്റൂഹിനൊപ്പമാണ് നബി തങ്ങൾ മുല കുടിച്ചിരുന്നത്. അതിനാൽ മസ്റൂഹ് നബിയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. നബി തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവ്യ സഹോദരനായ ഹംസ റളിയല്ലാഹു അൻഹുവും സുവൈബയുടെ അടുത്ത് നിന്നും മുല കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു നബിയുടെ അമ്മാവൻ മാത്രമല്ല, മുലകുടി സഹോദരൻ കൂടിയാണ്. പ്രമുഖ സ്വഹാബിയായ അബൂ സലമൈൻ സുവൈബയുടെ മുല കുടിച്ചത് കാരണം നബിയുടെ മറ്റൊരു സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവൈബയെ ജീവിതകാലം മുഴുവൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. നബി ഖദീജ ബീവിയെ വിവാഹം കഴിച്ച ശേഷവും സുവൈബക്ക് വസ്ത്രങ്ങളും സമ്മാനങ്ങളും അയച്ചു കൊടുക്കുമായിരുന്നു. ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ എത്തിയപ്പോൾ നബി അവരെ മറന്നില്ല. ഹിജ്റ 7-ാം വർഷം ഖൈബർ യുദ്ധത്തിന് ശേഷം മടങ്ങി വരുമ്പോഴാണ് സുവൈബ മരണപ്പെട്ട വിവരം നബി തങ്ങൾ അറിയുന്നത്. അവരുടെ മകൻ മസ്റൂഹും അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. അവർ മക്കയിലാണ് മരണപ്പെട്ടത്. സുവൈബയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതീവ ദുഃഖിതനാവുകയും അവരുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. സുവൈബക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയത് ചരിത്ര പ്രസിദ്ധമായ ഹലീമ ബീവിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഹലീമത്തു സഅദിയ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. മക്കയിലെ കുട്ടികളെ ശുദ്ധമായി ശ്വസിക്കാനും നല്ല അറബി ഭാഷ പഠിക്കാനും വേണ്ടി മരുഭൂമിയിലെ ഗോത്രവർഗക്കാർ വളർത്താൻ നൽകുന്ന പതിവുണ്ടായിരുന്നു. ഒരു വർഷം ബനു സഹദ് ഗോത്രത്തിൽപ്പെട്ട 10ഓളം സ്ത്രീകൾ മുലകുടി പ്രായത്തിലുള്ള കുട്ടികളെ അന്വേഷിച്ച് മക്കയിലെത്തി. അതിൽ ഒരാളായിരുന്നു ഹലീമ ബീവി. മക്കയിലെത്തിയ സ്ത്രീകൾക്കെല്ലാം സമ്പന്നരായ വീട്ടിലെ കുട്ടികളെ ആയിരുന്നു ആവശ്യം. മുഹമ്മദ് അനാഥനാണെന്നും പ്രതിഫലം കുറവായിരിക്കുമെന്നും കരുതി ഹലീമയുൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആദ്യം നബിയെ ഏറ്റെടുക്കാൻ മടിച്ചു. മറ്റ് സ്ത്രീകളെല്ലാം കുട്ടികളെ കിട്ടി മടങ്ങിയപ്പോൾ ഹലീമ ബീവിക്ക് മാത്രം ഒരു കുട്ടിയെയും ലഭിച്ചില്ല. ശൂന്യമായ കൈകളുമായി മടങ്ങാൻ മനസ്സ് വരാതെ അവർ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഒരു കുട്ടിയെയും കിട്ടാതെ മടങ്ങുന്നതിനേക്കാൾ നല്ലത് ആ അനാഥ കുട്ടിയെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ അവർ നബിയെ ഏറ്റെടുത്തു.
നബിയെ ഏറ്റെടുത്ത നിമിഷം മുതൽ ഹലീമ റളിയല്ലാഹു അൻഹയുടെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം ഐശ്വര്യം കൊണ്ട് നിറഞ്ഞു. മക്കയിലേക്ക് വരുമ്പോൾ ഹലീമ ബീവി സവാരി ചെയ്തിരുന്ന ഒട്ടകം വളരെ ക്ഷീണിതവും നടക്കാൻ പ്രയാസപ്പെടുന്നതുമായിരുന്നു. എന്നാൽ നബിയെയും കൊണ്ട് മടങ്ങുമ്പോൾ ആ ഒട്ടകം മറ്റെല്ലാ ഒട്ടകങ്ങളെക്കാളും വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഹലീമ ബീവിയുടെ സ്വന്തം മകനു പോലും നൽകാൻ പാൽ തികയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ നബിയെ എടുത്തതോടെ 2 കുട്ടികൾക്കും കുടിക്കാനുള്ള പാൽ സമൃദ്ധമായി ലഭിച്ചു. ഹലീമ ബീവിയുടെ മെലിഞ്ഞ ആടുകൾ ധാരാളം പാൽ നൽകാൻ തുടങ്ങി. അവരുടെ വീടിരിക്കുന്ന പ്രദേശം വരൾച്ചയിലായിരുന്നിട്ടും ഹലീമ ബീവിയുടെ ആടുകൾ മാത്രം വയറു നിറയെ പുല്ല് തിന്ന് സംതൃപ്തരായിട്ടാണ് മടങ്ങി വന്നിരുന്നത്. സാധാരണ 2 വർഷമാണ് കുട്ടികളെ ഗ്രാമപ്രദേശങ്ങളിൽ നിർത്താറുള്ളത്. എന്നാൽ നബി വന്നതിനു ശേഷം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഐശ്വര്യം കണ്ട് ഹലീമ ബീവി ആമിന ബീവിയോട് അപേക്ഷിച്ച് വീണ്ടും 2 വർഷം കൂടി നബിയെ മരുഭൂമിയിൽ താമസിപ്പിച്ചു. ആകെ 4 വർഷത്തോളം നബി ഹലീമ ബീവിയുടെ സംരക്ഷണത്തിൽ വളർന്നു. ഹലീമ ബീവിക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി സഹോദരങ്ങളാണ്. ലംറത്ത് ബിൻ ഹാരിസ്, അനീസ ബിൻത്ത് ഹാരിസ്, ഷൈമ ബിൻത്ത് ഹാരിസ്. ലംറത്ത് ബിൻ ഹാരിസ് നബി തങ്ങളുടെ കൂടെ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കാനും കളിക്കാനും ഉണ്ടായിരുന്നു. നബിയുടെ വളർത്തു സഹോദരങ്ങളിൽ ഏറ്റവും പ്രശസ്തയായത് ഷൈമ ബിൻത്ത് ഹാരിസ് ആയിരുന്നു. നബി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ എടുത്തു നടക്കാനും താരാട്ട് പാടാനും ഷൈമ കൂടെ ഉണ്ടായിരുന്നു. മരുഭൂമിയിലെ ആ ബാല്യകാലത്തിന് ശേഷം ഏകദേശം 40-50 വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ വീണ്ടും കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കിയതിന് ശേഷം നടന്ന ഹുനൈൻ യുദ്ധത്തിൽ ബനു സഅദ് ഗോത്രക്കാരായ ഹലീമ ബീവിയുടെ ബന്ധുക്കളിൽ പലരും തടവുകാരായി പിടിക്കപ്പെട്ടു. കൂട്ടത്തിൽ പ്രായമായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ സൈനികരോട് പറഞ്ഞു, "ഞാൻ നിങ്ങളുടെ നേതാവിൻ്റെ സഹോദരിയാണ്." ആരും അത് വിശ്വസിച്ചില്ല. അവർ ആ സ്ത്രീയെ നബിയുടെ സന്നിധിയിൽ ഹാജരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, "നീ എൻ്റെ സഹോദരിയാണെന്നതിൽ എന്താണ് തെളിവ്?" അപ്പോൾ ഷൈമ പറഞ്ഞു, "താങ്കൾ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ പുറത്ത് ഒരു കടി തന്നിരുന്നു. അതിൻ്റെ പാട് ഇപ്പോഴുമുണ്ട്." ആ അടയാളം കണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷൈമയെ മനസ്സിലായി. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തട്ടം ഊരി നിലത്ത് വിരിക്കുകയും ഷൈമയെ അതിൽ ബഹുമാനപൂർവ്വം ഇരുത്തുകയും ചെയ്തു. "നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ മദീനയിലേക്ക് വരാം. അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളോടെയും കഴിയാം. അതല്ല, നിന്റെ ഗോത്രത്തിലേക്ക് മടങ്ങാനാണ് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ട സമ്മാനങ്ങൾ നൽകി അയക്കാം" എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഷൈമ ഇസ്ലാം സ്വീകരിക്കുകയും തൻ്റെ സ്വന്തം ഗോത്രത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒട്ടേറെ ഒട്ടകങ്ങളെയും ആടുകളെയും സമ്മാനമായി നൽകി അവരെ യാത്രയാക്കി. തൻ്റെ കൂടെ കളിച്ചു വളർന്ന ആ സഹോദരിയോടുള്ള നന്ദിയും സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്ത് നടന്ന ഏറ്റവും അത്ഭുതകരവും പ്രധാനപ്പെട്ടതുമായ ഒരു സംഭവമാണ് ഷഖ്ഖു സദർ അഥവാ നെഞ്ച് പിളർത്തൽ. നബി തങ്ങൾ ഹലീമ ബീവിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ഒരു ദിവസം നബി തൻ്റെ സഹോദരനായ ലംറത്തിനോടൊപ്പം ആടുകളെ മേയ്ക്കാൻ പോയതായിരുന്നു. വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് വെളുത്ത വസ്ത്രം ധരിച്ച 2 പേർ അവിടേക്ക് വന്നു. ആ 2 പേരും നബിയെ പിടിച്ച് കിടത്തുകയും അവിടുത്തെ നെഞ്ച് പിളർത്തുകയും ചെയ്തു. ഇത് കണ്ട് ഭയന്ന ലംറത്ത് ഉടനെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഹലീമ ബീവിയോടും ഭർത്താവിനോടും പറഞ്ഞു, "ആ ഖുറൈശി കുട്ടിയെ ആരോ കൊന്നു." ഹലീമ ബീവിയും ഭർത്താവും പരിഭ്രാന്തരായി സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. അവർ എത്തുമ്പോൾ കണ്ടത് നബി തങ്ങൾ പേടിച്ച് വിളറി നിൽക്കുന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മലക്കുകൾ അവിടുത്തെ ഹൃദയം പുറത്തെടുത്തു. എന്നിട്ട് അതിൽ നിന്നും ഒരു രക്തപിണ്ഡം നീക്കം ചെയ്തുകൊണ്ട് പറഞ്ഞു, "ഇതാണ് നിന്നിലുള്ള പിശാചിൻ്റെ വിഹിതം." ശേഷം ആ ഹൃദയം ഒരു സ്വർണ്ണപാത്രത്തിൽ വെച്ച് സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി. പിന്നീട് അത് പഴയപടി തന്നെ തിരികെ വെച്ച് നെഞ്ച് കൂട്ടി യോജിപ്പിച്ചു.
ഭാവിയിൽ പ്രവാചകനാകാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ ഹൃദയത്തെ എല്ലാവിധ തിന്മകളിൽ നിന്നും ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായി ശുദ്ധീകരിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. മനുഷ്യ സഹജമായ ബലഹീനതകളും പിശാചിൻ്റെ ദുർബോധങ്ങളും ഏൽക്കാത്ത വിധം അവിടുത്തെ ഹൃദയത്തെ അള്ളാഹു സംരക്ഷിച്ചു. ഈ സംഭവം അറിഞ്ഞ ഹലീമ ബീവിയും ഭർത്താവും ആകെ ഭയന്നുപോയി. കുഞ്ഞിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതി അവർ ഉടൻ തന്നെ നബിയെ മക്കയിലേക്ക് കൊണ്ടുപോയി ഉമ്മയായ ആമിന ബീവിയെ ഏൽപ്പിച്ചു. തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല ഈ സംഭവം നടന്നത്. അവിടുത്തെ പ്രവാചകത്വത്തിനു മുമ്പും പ്രശസ്തമായ മെഹ്റാജ് യാത്രക്ക് തൊട്ടു മുൻപും ഇതേ രീതിയിലുള്ള മലക്കുകൾ വന്ന് നബിയുടെ ഹൃദയം ശുദ്ധീകരിച്ചിട്ടുണ്ട്.